ഇന്നലെ നടന്ന ബിഗ് ബോസ് എപ്പിസോഡിൽ ലാലേട്ടൻ 13th ഫ്രൈഡേയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് 13th ഫ്രൈഡേ? അതായത് ഇന്നലെ നടന്ന എവിക്ഷനിൽ 13 പേരുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ 13 നമ്പറിന് ഭയമുണ്ടോ എന്ന്. ശരിക്കും 13 എന്ന് പറഞ്ഞത് 13 മാത്രമല്ല, 13ഉം അതുപോലെ വെള്ളിയാഴ്ചയും ഒപ്പരം വന്നാൽ, ഒരു ദിവസം വന്നാൽ അതൊരു അൺലക്കി ഡേ ആണ്. അതായത് 13th ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു അൺലക്കി നമ്പറാണ്. അത് ലാലേട്ടൻ തന്നെ ആ എപ്പിസോഡ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും അതുപോലെ കേരളത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ വെള്ളിയാഴ്ച 13ൻ്റെ യഥാർത്ഥ കഥകളും ദുരൂഹ സംഭവങ്ങളും. ഫ്രൈഡേ ദ 13th തുടക്കം. ലാസ്റ്റ് സപ്പറിലും അതുപോലെ നൈറ്റ് സ്റ്റംബർ കൂട്ടക്കൊലയിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. വെള്ളിയാഴ്ച ദ അൺലക്കി ഡേ, 13 ദ അൺലക്കി നമ്പർ. ഇവ ചേർന്നാൽ ഭയപ്പെടുന്ന ദിവസം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലും പഴയ കാലത്ത് 13-ാം തീയതി വിവാഹം നടത്തരുത്, യാത്ര തുടങ്ങരുത്, ചടങ്ങുകൾ ഒഴിവാക്കണം എന്ന് പഴമക്കാർ പറയുമായിരുന്നു. 1988 ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൽ ഒരു പാസഞ്ചർ ബോട്ട് മുങ്ങി. 20-ലധികം പേരാണ് അന്ന് മരിച്ചത്. അന്നേ ദിവസം വെള്ളിയാഴ്ച 13. ഗ്രാമക്കാർക്ക് അന്ന് മുതൽ ഫ്രൈഡേ 13ന് ഭയം തുടങ്ങി. വർഷം 1999. തൃശ്ശൂരിലെ ഒരു കുടുംബം ഒരു ഫംഗ്ഷന് പോകാനിരിക്കെ അവരുടെ വീടിന് തീപിടിക്കുന്നു. എല്ലാം കത്തി നശിക്കപ്പെടുന്നു. ഒന്നും അവശേഷിപ്പിച്ചില്ല. അടുത്ത വർഷം അവർ വീണ്ടും പുതിയൊരു വീട് പണിയുന്നു. ഹൗസ് വാമിംഗ് ചെയ്തത് ഇതേ വെള്ളിയാഴ്ച 13 തന്നെ. പക്ഷേ വീണ്ടും തീപിടിക്കുന്നു. ഇന്നും അതൊരു അൺസോൾവ്ഡ് കേസായി തുടർന്നുകൊണ്ടിരിക്കുന്നു. 2013 വെള്ളിയാഴ്ച 13-ാം തീയതി കണ്ണൂർ ബൈപ്പാസിൽ NH66 ഒരു ലോറി ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. തലക്ഷണം 4 പേർ മരിക്കുന്നു. പിന്നീട് CCTV ഫുട്ടേജ് കണ്ടപ്പോൾ മനസ്സിലായത് ഒരു കറുത്ത നായ റോഡ് ക്രോസ് ചെയ്തത് മൂലമാണ് ഈ അപകടമുണ്ടായതെന്നാണ്. അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയും ഡേറ്റ് 13 ആയതിനാൽ ആളുകൾ അത് വിശ്വസിച്ചു, അതും 13ൻ്റെ പ്രശ്നമാണെന്ന്. പക്ഷേ ഇതിനൊരു മറുപുറവുമുണ്ട്. നമ്മൾ ഈ ഒരു 13 മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം 13-ന് മാത്രം നടക്കുമെന്ന് തോന്നുന്നത്. മറ്റു ദിവസങ്ങളും ഇതുപോലെ ആക്സിഡൻറ്റുകളും അതുപോലെ അപകടങ്ങളും തീപിടുത്തങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റെഡ് കാർ തിയറി പോലെ. നമുക്ക് ഇതിനെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാരും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളോട് കേൾക്കാം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് എല്ലാം ഒരു കൺഫർമേഷൻ ബയാസാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് ദുരന്തം നടന്ന വെള്ളിയാഴ്ച 13 മാത്രം. മറ്റു ദിവസങ്ങളിലെ ദുരന്തങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. മറ്റുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലുമെല്ലാം ദുരന്തങ്ങളും അപകടങ്ങളും തീപിടുത്തങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഴയവരുടെ കഥകൾ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നും കേരളത്തിലെ ചിലർ ഇത് വിശ്വസിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 13ന് യാത്ര തുടങ്ങാറില്ല, പുതിയ ബിസിനസ് തുടങ്ങാറില്ല, ചില സ്കൂൾ എക്സാം പോലും അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് ഭയം ഇന്നും നമ്മളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളോ? എന്താണ് വിശ്വാസം? വെള്ളിയാഴ്ച 13 യഥാർത്ഥത്തിൽ ദുരന്തങ്ങളുടെ ദിവസം ആണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഭയപ്പെടുത്തി സ്പെഷ്യൽ ഡേ ആക്കി മാറ്റിയതാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ. ഇത്തരത്തിലുള്ള കേരള മിസ്റ്ററി സ്റ്റോറീസ് മിസ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.